السلام عليكم ورحمة الله. ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അവിടുത്തെ പ്രസിദ്ധമായ അദ്കിയ എന്ന കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നൊരു വരികളാണ്. ദവാഉ ഖൽബിൻ, ഹൃദയത്തിനുള്ള മരുന്ന്. ഹൃദയത്തിനുള്ള മരുന്ന് 5 തരത്തിലാണ് എന്നാണ് മഹാനവർകൾ പറഞ്ഞു തരുന്നത്. ദവാഉ ഖൽബിൻ ഖംസത്തുൻ, 5 തരത്തിൽ ഹൃദയത്തിനുള്ള മരുന്നുകൾ ഉണ്ടെന്നാണ്. ഹൃദയത്തിന് മരുന്നിൻ്റെ ആവശ്യമൊക്കെ ഇല്ലേ? ഉണ്ട്, ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഹൃദയത്തിന് എന്തെങ്കിലും അറ്റാക്ക് വന്നു, പടച്ചോൻ കാക്കട്ടെ, അറ്റാക്ക് വന്നു എന്നല്ല, ഹൃദയത്തിന് വീക്ക് വന്നു, ഹാർട്ട് വീക്ക് വന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അതുപോലെ ഹൃദയത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മരുന്നില്ലാതെ പറ്റൂല. പക്ഷേ മഹാനവറുകൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഹൃദയം നന്നാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ആ വിശ്വാസി ഒരു നന്നാകാൻ തീരുമാനിച്ച ഒരു വിശ്വാസി, ആ വിശ്വാസിക്കുള്ള എല്ലാ മാർഗങ്ങളും അദ്കിയ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഓരോ വരികളിലൂടെയും പ്രതിപാദിക്കുന്നുണ്ട്. ആ 5 മരുന്ന് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അറിയാം, ഹൃദയം നന്നായിട്ടില്ലേ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. വർത്തമാനകാല സാഹചര്യത്തിൽ ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ്. മകനെ കൊന്നതും ഉമ്മായെ കൊന്നതും ജ്യേഷ്ഠനെ കൊന്നതും മകളെ പീഡിപ്പിച്ചതുമായിട്ട് ഹൃദയം മുരടിച്ചു പോയ ആളുകളുടെ രൂപങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ അനുഭവത്തിലൂടെ, നമ്മളെ ചുറ്റുപാടിലൂടെ നമ്മൾ ഇപ്പോൾ വർത്തമാന സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയങ്ങൾ സീല് വെക്കപ്പെടും എന്നൊരു പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്. ഹൃദയം സീല് വെക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഹൃദയത്തിലുള്ള ഫീലിങ്സുകളൊക്കെ നഷ്ടപ്പെട്ടു പോവുക, അത്തരത്തിലുള്ളൊരു അവസ്ഥ. ആ ഒരു ചുറ്റുപാടിലൂടെയാണ് ഇപ്പോൾ നമ്മളെ വർത്തമാന സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് എന്തെങ്കിലും സന്തോഷം വന്നാൽ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ, അവരെ സ്നേഹിക്കാൻ, നമ്മുടെ ഇത് ഉമ്മയാണ് ഇത് ഉപ്പയാണ് എന്ന് ഒരു ബോധം നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ വരണമെങ്കിൽ ആ ഹൃദയം നന്നായിരിക്കണം. അതേസമയത്ത് എന്തെങ്കിലും വിഷമം നമ്മുടെ കൂട്ടുകാർക്ക് ഉറ്റവർക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വിഷമത്തിൽ പങ്കുചേരാനും, അതാണ് നമ്മുടെ ഒരു മനുഷ്യത്വപരമായ അല്ലെങ്കിൽ ഒരു നല്ല ഹൃദയം എന്ന് പറയുന്നത്. നമ്മൾ പഹൽഗാം എന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് മരണപ്പെട്ടൊരു ഭീകരാക്രമണം നടന്നു. അവരുടെ വിഷമത്തിലൊക്കെ നമ്മൾ പങ്കുചേരുകയാണ്. അതുപോലെ തന്നെ അത്തരത്തിൽ നമ്മളെ ഹൃദയത്തിന് ഫീലിങ്സുകൾ, നമ്മുടെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാനും അറിയാനും തിരിച്ചറിയാനുമുള്ളൊരു ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുമ്പോഴേ ആ ഹൃദയം ഒരു നല്ല ഹൃദയം എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സലീമായ ഹൃദയമുള്ളവർക്ക് അന്ന് രക്ഷ ഉണ്ടാവുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സലീമായ ഹൃദയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മറ്റുള്ളവരോട് പകയോ വിദ്വേഷമോ ഒന്നും വെച്ചുകൊള്ളാതെ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും ഐക്യപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഹൃദയത്തെയാണ് സലീമായ ഹൃദയം എന്ന് പറയുന്നത്. നമ്മൾ എത്ര കണ്ട് സമ്പത്തുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എത്ര കണ്ട് മക്കൾ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സലീമായ ഹൃദയമുള്ളവരായി വന്നാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. ഹൃദയത്തിൽ അത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചു പോയാൽ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള ദുശ്ചിന്തകൾ വന്ന് ഹൃദയമാകെ മലിനമായി കഴിഞ്ഞാൽ ആ ഹൃദയത്തെ നന്നാക്കിയെടുക്കാൻ എന്താണ് മാർഗം? അല്ലെങ്കിൽ ഇത്തരത്തിൽ അഴുക്കുകൾ, അതായത് മറ്റുള്ളവരോട് കുശുമ്പും ദേഷ്യവും ശത്രുതയും പകയുമൊക്കെയുള്ള അത്തരം അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞൊരു ഹൃദയം എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ വരികളിലൂടെ പറയുന്നത്. വദവാഉ ഖൽബിൻ ഖംസത്തുൻ, ഹൃദയത്തിനുള്ള മരുന്നുകൾ 5 എണ്ണമാണ്. ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന, അതിലൊന്നാമത്തേത് പറയുന്നത് അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള ഖുർആൻ പാരായണമെന്നാണ്. ഇത്ര മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഒരുപാട് നീളാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്ക് കുറേ കാലമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിപാടി തുടങ്ങി വെക്കാം എന്ന് വിചാരിച്ചത്. ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാവും, നെഗറ്റീവേ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ നിങ്ങൾ പറഞ്ഞു അങ്ങനെ ക്ലിയറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങി വെക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും വീഡിയോകൾ ഉണ്ടാകും എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട്
നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.